Good morning, all. Good morning, ma'am. Okay. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അടിപൊളിയായിരുന്നോ? അതേപോലെ തന്നെ എക്സാമും എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മള് എവിടം വരെ എടുത്ത് നിർത്തിയിരിക്കുന്നത്? ട്രേഡ് യൂണിയൻസ് തുടങ്ങി. ട്രേഡ് യൂണിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങി നമുക്ക് എടുക്കണം അല്ലെ? അതെ. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അവര്. തീർച്ചയായിട്ടും നമുക്കറിയാം, ചിലപ്പോ അല്ലെ തൊഴിലാളികൾക്ക് മാത്രം നിന്നുകൊണ്ട് നമ്മുടെ തൊഴിലുടമയോടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അതിനൊരു സപ്പോർട്ട് കിട്ടണമെന്നില്ല അല്ലെ. ചിലപ്പോൾ അവിടുന്ന് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടാകണമെന്നില്ല. ഇൻ കേസ് ഒരു യൂണിയന്റെയും കൂടി സപ്പോർട്ട് കൂടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എന്തെങ്കിലും അല്ലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പൊതുവെ യൂണിയനുകളുടെ സപ്പോർട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അവിടെയുള്ള തൊഴിലാളികളൊക്കെ അത്തരത്തിലുള്ള യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇപ്പോഴും വ്യത്യസ്ത വ്യക്തികളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആർ കാറ്റഗറൈസ്ഡ് ബിലോ. ഫസ്റ്റ് വൺ, അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. എന്താണ്? സമേധിയായുള്ള ഒരു നേച്ചറാണ് അല്ലെ, സ്വഭാവ സവിശേഷതയാണ് ട്രേഡ് യൂണിയനുകളുള്ളത്. എന്താണ്? അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ട്രേഡ് യൂണിയൻസ് ഈസ് വൺ their own will and not opposed. അതായത് സ്വന്തമായിട്ട് ഈ യൂണിയനുകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മെമ്പേഴ്സിനെ കമ്പൽ ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. അവര് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ്, സമേധിയാണ് അവരതില് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. The volunteer employee joined the union to work together in the direction of achieving their common objectives. അവര് അല്ലെ മൊത്തത്തിലുള്ള കോമൺ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. എന്തായാലും ഏത് തരത്തിലുള്ള അല്ലെ ആവശ്യങ്ങൾ അവരുടേതായിട്ടുള്ള ഇൻഡസ്ട്രികളൊക്കെ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് യൂണിയന്റെ സപ്പോർട്ടും കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സമേതയാണ് അവര് ഇത്ര യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ നേതാക്കളും പ്രവർത്തിക്കുന്നത്. Such associations have numerous workers from different occupations. ഓക്കെ, നമുക്കറിയാം വ്യത്യസ്ത വർക്കേഴ്സുകൾ ഈ യൂണിയനിൽ നമുക്കറിയാം ഏത് മേഖലകളിലും യൂണിയനുകള് അവരുടേതായിട്ടുള്ള മെമ്പർഷിപ്പോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ പ്രാധാന്യത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവിടെ ആ ഒരു യൂണിയനുകളൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് വ്യത്യസ്ത യൂണിയനുകളാണ്. നമുക്കറിയാം ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാവാം, ഡ്രൈവേഴ്സിന്റെ അല്ലെ, പലതരത്തിലുള്ള യൂണിയനുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ യൂണിയനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ജനറൽ യൂണിയനുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകളുണ്ട്. നമ്മള് ഏത് കമ്പനിയിൽ ഏത് തരത്തിലുള്ള യൂണിയനുകളാണോ ഉള്ളത്
അതനുസരിച്ചിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ അല്ലെ, സ്വമേധയാ ഉള്ള ഒരു മെമ്പർഷിപ്പ് ആണ് എടുക്കുന്നത്. യൂണിയനിലെ മെമ്പർഷിപ്പ് എംപ്ലോയീസ് എടുക്കുന്നത് സ്വമേധയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടറായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ കോമൺ ഇൻട്രസ്റ്റ്. ഓക്കെ, യൂണിയനുകൾ നമ്മൾ പറഞ്ഞു അവര് പൊതുവെ അല്ലെ ഒരാളുടെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, പൊതുവെ കോമൺ ആയിട്ട് എംപ്ലോയീസിന് എന്താണ് അല്ലെ ഇഷ്യൂസുകൾ ഉള്ളത് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയൻ നേതാക്കൾ പ്രവർത്തിക്കുന്നത്. നോക്കാം, കോമൺ ഇൻട്രസ്റ്റ്, കോമൺ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ഈസ് ദ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ആൻഡ് ഓൾസോ ദ റീസൺ ബിഹൈൻഡ് ദെയർ യൂണിറ്റി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പൊതുവെ മൊത്തത്തിലുള്ള അല്ലെ സാധാരണ രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ, അത് വർക്കേഴ്സിന്റെ കോമൺ ഇൻഡസ്ട്രികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഐക്യത്തോട് കൂടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഫ്രോം their trade union they try to maintain sound relations with the management of the company. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ ഈ എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു. ആക്ച്വലി നമുക്കറിയാം ഈ യൂണിയനുകൾക്ക് ഒരു നല്ലൊരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആയിട്ട് വേണം അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ യൂണിയൻ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റിന് അതിന് എന്തെങ്കിലുമൊക്കെ അല്ലെ എവിഡൻസുകളൊക്കെ ബലത്തിന്റെ ബലത്തിൽ തന്നെ അവർ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. സോ അവരെപ്പോഴും എന്താണ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡോട് കൂടിയിട്ടായിരിക്കും എന്താണ് മാനേജ്മെന്റ് ആയിട്ടൊക്കെ ഡീൽ ചെയ്തു പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എംപ്ലോയറിയുടെ ഇതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധ്യമാകുന്നത്. സോ അവിടെ എന്താണ് കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഐക്യത്തോട് കൂടിയിട്ടാണ് അവർ മുന്നേറുന്നത്. നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് യൂണിയനുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? കേളേ 2 പോയിന്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. The trade unions are set up എന്താണ് setups in which the employees or workers of the companies join together voluntarily. ഓക്കെ, സ്വമേധയാണ് കമ്പനികൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പനികളിലെ വ്യത്യസ്ത യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. സോ അവർക്ക് ഇഷ്ടമുള്ള യൂണിയനിലൊക്കെ മെമ്പേഴ്സിന് അംഗത്വം സ്വീകരിക്കാം. സോ അവരെന്താണ് ഈ തരത്തില് എംപ്ലോയീസിനെ അല്ലെ ഈ ഒരു ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് സ്വമേധയെ പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ അവരെന്താ പ്രധാനമായിട്ട് ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുക്കുന്നത്. എലക്ട് their leaders on their own and thus the real strength of leaders lies in the workers. ഓക്കെ, വർക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് യൂണിയൻ ലീഡേഴ്സിനൊക്കെ സ്ഥാനം കിട്ടിയിട്ട് അവര് അവരുടേതായിട്ടുള്ള കൃത്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൈ എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. ദിസ് ഈസ് ഹവർ ജസ്റ്റ് ദ വർക്കേഴ്സ്. നമുക്കറിയാം അവിടെ വർക്കേഴ്സിനോടൊപ്പം ചേർന്ന് മാത്രമാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. This is however just the opposite of the popular practice in various organizations, as in case of unions, the authority follow from bottom to top. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ അല്ലെ എന്താണ് അവിടെ വർക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന കൃത്യങ്ങൾ അല്ലെ തീർച്ചയായിട്ടും അവരുടെ വോട്ടേഴ്സും അവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് യൂണിയന് നിലപാടെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അവര് മെമ്പർഷിപ്പ് കുറയുകയാണെങ്കിൽ ആ യൂണിയന് ആ ഒരു കമ്പനിയിൽ ബലമില്ലാതെയാവും. സോ നമുക്ക് ഒരു വ്യത്യസ്ത
ഓക്കെ, അപ്പൊ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, അതായത് എംപ്ലോയീസ് ആണ് അവരെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ എംപ്ലോയീസിന്റെ ബലമാണ്. എത്രത്തോളം എംപ്ലോയീസ് ഉണ്ടോ അവരെ ഇലക്ട് ചെയ്ത് അധികാരത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ ആ പിൻബലത്തിലാണ് അവിടെ യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. സോ ഈ അധികാരം അവർക്ക് ലഭ്യമാകുന്നത് താഴെത്തറയിൽ നിന്നാണ് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിൽ നിന്നാണ്, അവരുടെ ഇലക്ഷനിൽ നിന്നാണ് അവർക്ക് ഈ അധികാരങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വർക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് അധികാരം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? തേർഡ് പോയിന്റ് ഓക്കെ അല്ലേ? ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, അതായത് വർക്കേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് യൂണിയനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ? ഇല്ല അല്ലെ. വേറെ ഒരുപാട് യൂണിയൻസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത യൂണിയൻ ആണെങ്കിൽ അത് അപ്പാടെ തന്നെ നശിച്ചു പോകേണ്ട അവസ്ഥയായിരിക്കും അല്ലെ. ഏത് യൂണിയനിലാണെങ്കിലും വർക്കേഴ്സിന്റെ സപ്പോർട്ട് അല്ലെ, അവരുടെ അധികാരം അതിൽ നിന്ന് ലഭ്യമാക്കിയാൽ മാത്രമാണ് അവരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. എന്താണ് മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് എന്ന് പറയുന്നത്? നോക്കുക, ഇറ്റ് എനേബിൾസ് the workers to tackle the challenges posed by the top management of the company, which has a greater resource at its command. Okay, നമുക്കറിയാം വെല്ലുവിളികൾ അല്ലെ, വളരെയധികം സന്ദർഭപരമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ നമുക്ക് ഉണ്ടാവാം അല്ലെ. മാനേജ്മെന്റ് ആണെങ്കിലും ഈ വെല്ലുവിളികളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, വർക്കേഴ്സ് ആണെങ്കിലും ആ വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നു അല്ലെ. അപ്പൊ എവിടെയാണെങ്കിലും ഈ കമാൻഡ് അല്ലെ ഓർഡറുകൾ സ്വീകരിക്കാനായിട്ട് വർക്കേഴ്സ് സന്നദ്ധരാകണം. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു കമ്പനികളാണെങ്കിലും തൊഴിലുടമകൾ എന്താണ് നിർദ്ദേശിക്കുന്നത് ആ കമാൻഡ് ഓർഡർ ഉൾക്കൊള്ളാനായിട്ട് തൊഴിലാളികൾ തയ്യാറാക്കേണ്ട ഒരു കാര്യം പ്രത്യേകമായിട്ടുള്ളതാണ് അല്ലെ. The activities of members of the union which are active in nature help them to establish equality with the management of the company. ഓക്കെ, അപ്പം നമുക്കറിയാം അവിടെ യൂണിയനുകൾ എന്താണ് സംഭവിക്കുന്നത്? യൂണിയനുകളിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് മാനേജ്മെന്റുമായിട്ട് ഐക്യത്തോട് കൂടിയിട്ട് അല്ലെ, എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലെ, ഈ കമാൻഡ് ആൻഡ് ഓർഡർ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ എന്താണ് യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അവര് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈക്വലി അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചാൻസ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെ ഈ എംപ്ലോയീസിനെയും കൂടി കരുതൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ യൂണിയന്റെ സപ്പോർട്ടോടുകൂടി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. It greatly helps in bargaining with the management of the company on the matters relating to the employees. Okay, അപ്പൊ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നല്ല നിലപാട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവിടെ നമുക്കറിയാം ആ റിസോഴ്സസ് എംപ്ലോയീസിനെ കൊണ്ട് കർക്കശമായിട്ട് കുറെ നിലപാടുകൾ എടുത്ത് തൊഴിൽ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് അവിടെയുള്ള എംപ്ലോയീസിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ ഇത് എത്രത്തോളം കഠിനമായിട്ട് അവരെ കൊണ്ട് അധ്വാനിപ്പിക്കാനായിട്ടുള്ള ഒരു കമാൻഡിങ് ഓർഡർ വേണമെങ്കിൽ എംപ്ലോയർക്ക് ഉണ്ടാവാം. പക്ഷെ യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ബാർഗെയിനിങ് ചെയ്യാനായിട്ട് അല്ലെ, വിലപേശി നമ്മളെ കൊണ്ട് അധികം ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി നേടിയെടുക്കാൻ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ അത്രയും മോശമാണ് എങ്കിൽ അതൊക്കെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് വിലപേശി നേടിയെടുക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകി കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ് അല്ലെ. യൂണിയന് അവിടെയുള്ള എംപ്ലോയീസിന് അവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു മാച്ചിങ് പവർ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വർക്ക്സ് ആസ് ആൻ ഇന്റർമീഡിയേറ്ററി ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ദ എംപ്ലോയർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു മധ്യസ്ഥ അല്ലെ, മധ്യസ്ഥം എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇവിടെ എന്താണ് യൂണിയനുകൾ നിലപാടെടുക്കുന്നത്. നോക്കാം, ട്രേഡ് യൂണിയൻസ് ഓൾസോ പ്ലേ ദ റോൾ ഓഫ് മീഡിയേറ്റേഴ്സ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, തൊഴിലാളികൾക്ക് എന്തെങ്കിലും അല്ലെ അവരിപ്പോ ഇൻ കേസ് ഡ്യൂട്ടി ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവർക്ക് കൂലി കിട്ടുന്നില്ല, വർക്കിംഗ് കണ്ടീഷൻ അത്ര ശരിയല്ല, അല്ലെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഒരു പ്രിക്വേഷൻസ് ഒന്നും അവര് എന്താണ് തൊഴിലുടമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു സ്ട്രെസ് നിറഞ്ഞ അവസരങ്ങളിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ലഭ്യമാകണമെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ എംപ്ലോയീസിന് ഉണ്ടാവാം.
ഈ എംപ്ലോയീസിന്റെ ഈ ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റിനെ അല്ലെ ബോധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? ഓക്കെ, ആരായിരിക്കും മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്? മാനേജ്മെന്റിനെ എംപ്ലോയീസിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? നമ്മളിപ്പോ ഏത് കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരായിരിക്കും? മെസ്സേജ് അയക്കാം. ഓക്കെ, ട്രേഡ് യൂണിയൻ. അപ്പൊ ട്രേഡ് യൂണിയന്റെ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് യൂണിയനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഇടയിലും എംപ്ലോയീസിന്റെ ഇടയിലും ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ട്രേഡ് യൂണിയനുകളാണ്. Then although the basic role of the trade union is to protect the interest of the workers, it also works as a means to clarify any sort of confusion or tension between the workers and the management. Okay, നമുക്കറിയാം അവിടെ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ട്രേഡ് യൂണിയൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ക്ലാരിഫൈ ആൻഡ് സോർട്ട് ഓഫ് കൺഫ്യൂഷൻ ഓർ ടെൻഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. തൊഴിലാളികളുടെ മാനേജ്മെന്റ് ഇൻ കേസ് ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ അധികമായിട്ട് കൊടുത്തു, റിസ്ക് എടുത്തിട്ടാണ് അവർക്ക് ഇൻസെന്റീവ്സും കാര്യങ്ങളും കൊടുത്തത്. അതനുസരിച്ചിട്ട് റിട്ടേൺ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ആർക്കുണ്ടാവും? തൊഴിലുടമയ്ക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കറിയാം ഓവർ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം കൂലി കിട്ടുമോ എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആർക്കും ഉണ്ടാവാം, എംപ്ലോയിക്കും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? യൂണിയൻ നേതാക്കളാണ്, ട്രേഡ് യൂണിയനുകളാണ് അത് പ്രവർത്തിക്കുന്നത്. Trade union is the process of a decision making, as the management can just consult the trade unions and does not need to discuss with every employee before arriving at a decision. Okay. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെ തൊഴിലുടമയാണെങ്കിൽ അവര് ജസ്റ്റ് തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് എംപ്ലോയീസിനെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് നടപ്പാക്കാനൊക്കെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്യുന്നണമെന്നില്ല അല്ലെ. കാരണം അവരുടെയും കൂടി സാന്നിധ്യത്തിലല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? അവിടെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെ അവരെന്തെങ്കിലുമൊക്കെ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഓക്കെ. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ടൊക്കെ തീരുമാനം എടുക്കുമ്പോൾ എംപ്ലോയറിയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് എംപ്ലോയി ആഗ്രഹിക്കും. ഇൻ കേസ് നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ആണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റിനാണെങ്കിലും ഓരോ എംപ്ലോയിനെയും വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അവരുടെ ഇൻട്രസ്റ്റ് അതാണോന്നൊക്കെ ചോദിച്ചറിയാൻ ഭയങ്കര അല്ലെ വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ എന്താണ് ട്രേഡ് യൂണിയനിന്റെ സാന്നിധ്യത്തിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താണ് ട്രേഡ് യൂണിയൻ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. സോ അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കൊക്കെ അറിയാം. സോ ഓരോ പേഴ്സൺസിനെയും വിളിച്ച് അല്ലെ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിലാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. സോ അവിടെ ബെറ്റർ ആയിട്ട് ഡിസിഷൻ ഒക്കെ എടുത്തു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ പ്രോസസ്സ് ഡിസിഷൻ പ്രോസസ്സ് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നു. The information is then disseminated among the employee from the end of the trade union. Okay, നമുക്കറിയാം എല്ലാ എംപ്ലോയീസും അല്ലെ അവിടെ ട്രേഡ് യൂണിയനിൽ അവസാനിക്കും അല്ലെ. എന്ത് കാര്യമാണെങ്കിലും അവിടെ തീരുമാനങ്ങൾ ഒരു കൂട്ടം എംപ്ലോയീസിന്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ട്രേഡ് യൂണിയൻ അവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾക്കൊക്കെ ഒരു അല്ലെ എന്താ പറയുന്ന ഒരു അവസാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കാരണം ഡിസിഷൻ എടുക്കുന്നത് ട്രേഡ് യൂണിയന്റെയും കൂടി സാന്നിധ്യത്തിലാവുന്നത് കൊണ്ട് തന്നെ. The information is then disseminated among the employees from end of the trade union. നമുക്കറിയാം എല്ലാവരിലേക്കും എംപ്ലോയീസിലേക്കൊക്കെ എത്തിക്കാനായിട്ടും ഇതുകൊണ്ട് സാധിക്കുന്നത്. It also needs to carry out the task of persuading the employees positively regarding the decision taken by the management with the consent of a trade union. Okay. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ട്രേഡ് യൂണിയനും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാം അല്ലെ. അങ്ങനെയുള്ള ഒരു കാര്യത്തിനായിരിക്കും മാനേജ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത്.
കാരണം ട്രേഡ് യൂണിയനുകൾ എപ്പോഴും എന്താണ് അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പോ ഈച്ച് എംപ്ലോയീസിനെ വിളിച്ചിട്ട് തീരുമാനങ്ങൾ ഒക്കെയാണോ എന്ന് വിലയിരുത്തുന്നതിനേക്കാൾ ഉപരി എളുപ്പത്തിൽ തന്നെ തൊഴിലുടമകൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, തൊഴിലാളികൾക്കും വിശ്വാസയോഗ്യമാണ്. കാരണം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നത്. സോ എന്താണ് മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറ്ററി അല്ലെ ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ പോയിന്റ് എങ്കിലും ഓർത്തിരിക്കാം. വർക്ക്സ് ആസ് ദ ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ദ എംപ്ലോയർ. അല്ലെ, അത് ആരാണ്? അത് ട്രേഡ് യൂണിയനുകളാണ് അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എംപ്ലോയറുടെയും എംപ്ലോയറുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, അപ്പൊ നമ്മള് അല്ലെ കുറച്ച് പോയിന്റ്സ് കണ്ടു. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടത് അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ ആണ്. Then common interest, then bottom up authority approach, then matching power with the resources. Like അവിടെ റിസോഴ്സസിനെ അനുയോജ്യമായ ഒരു ശക്തി അവർക്ക് ലഭ്യമാകുകയാണ്. Then works as an intermediary between employees and the employer. ഓക്കെ, തൊഴിലാളികൾക്കും ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസയോഗ്യമാണ്. തൊഴിലുടമയ്ക്ക് ആണെങ്കിലും ഹൈ റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല. ഓരോ എംപ്ലോയിയും കൺസിഡർ ചെയ്ത് ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വരുന്നില്ല. ട്രേഡ് യൂണിയൻ മധ്യസ്ഥനായിട്ട് നിലകൊള്ളുന്നത്. ലാസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഹു ആക്ട് ആസ് എ സബ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ട്രേഡ് യൂണിയനുകൾ അല്ലെ അവരുടെ പ്രവർത്തനമാണ് സബ് സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നത്. നോക്കുക, റോൾ ഓഫ് ട്രേഡ് യൂണിയൻസ് ഹാസ് ഗ്രോൺ ഇൻ ഇമ്പോർട്ടൻസ് ദാറ്റ് ദേ ആർ നൗ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് എ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, ട്രേഡ് യൂണിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവർക്കും അല്ലെ സോഷ്യലായിട്ട് എല്ലാ എംപ്ലോയീസിനും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവിടെ നിലകൊള്ളുന്നത്. Then changes in the social, economic, political and legal environment of the country greatly impact the nature of such a system. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അല്ലെ നിയമപരമായിട്ടും എല്ലാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. Thus we can say that trade union work in a socio-economic system as a one unit. Okay, in order to protect and promote the interest of all the members of employees. Okay, അതിലുള്ള മെമ്പേഴ്സിന്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സാമൂഹ്യവും അല്ലെ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവായിട്ട് നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരവിടെ നിലകൊള്ളുന്നത്? യൂണിയൻ നേതാക്കൾ നിലകൊള്ളുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ യൂണിയനുകളെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ യൂണിയൻ നേതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സമൂഹത്തിലെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അല്ലെ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ ഒരു സബ്സിസ്റ്റം ആയിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിച്ച് മുന്നേറി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആക്ട് ആസ് എ സബ് സിസ്റ്റം എന്താണ് മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്? ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ, ഇതിലേക്ക് ജസ്റ്റ് ഹെഡിങ്സ് ഒന്ന് പഠിച്ചു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു 5th പോയിന്റിലൊക്കെ ഇന്റർമീഡിയറ്ററി ആയിട്ട് നിലകൊള്ളുന്നത് ആരാന്നൊക്കെ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെക്കുക ട്രേഡ് യൂണിയനുകളാണ് അങ്ങനെ നിലകൊള്ളുന്നത്. ഓക്കെ, ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. ആണ് കണ്ടിന്യൂ ചെയ്തു പോകാലോ. നമുക്കൊട്ടും എന്താ പറയാ നമ്മുടെ ചാപ്റ്റർ വലുതായാലും അധികം സമയം കളയണ്ട. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനിൽ എംപ്ലോയീസ് അല്ലെ ഇങ്ങനെ എന്താ പറയാ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം കാണിക്കുന്നത്? എന്ത് കാരണത്താലാണ്
അങ്ങനെ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കണേ എന്നുള്ള കാര്യം നോക്കാം. എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻ ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം, ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. ഓക്കെ, മോസ്റ്റ്ലി നമുക്കറിയാം ഒരാള് പോയി അല്ലെ, എംപ്ലോയീസിന്റെ അവകാശം 1-2 പേര് പോയി ചിലപ്പോ തൊഴിലുടമയോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ കേൾക്കണമെന്നില്ല അല്ലെ. ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമ അവരുടെ ബാർഗെയിൻ ഇഷ്യൂസ് എന്തായാലും ശ്രദ്ധിക്കാതിരിക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. എംപ്ലോയീസ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. Increased bargaining power. It is a well-known fact that an individual employee has a very little power of negotiation in comparison to his employers. Okay, particularly employees ഒക്കെ വന്നു കഴിഞ്ഞാൽ employers അത് കേൾക്കണമെന്നില്ല. And if an employee is dissatisfied with the terms and conditions of the job, which means salary and working hours, he may leave the job. Okay. ഇൻ കേസ് നമുക്കറിയാം അവരുടെ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ സാലറി ഒന്നും മതിയായ രീതിയിലില്ല, അല്ലെങ്കിൽ കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെ അവര് അല്ലെ അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന ചിലപ്പോൾ വേണമെങ്കിൽ അവര് ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ എംപ്ലോയി ടു സ്വിച്ച് ജോബ് then എന്താണ് റിപ്പീറ്റഡ്ലി ഡ്യൂ ടു ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ കമ്പനി. അവർക്ക് അത് തുടർന്നുകൊണ്ട് പോകാനായിട്ടല്ലേ, അവര് ചിലപ്പം മതിയായ രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കാം, നല്ല ഹൈ റിസ്ക് എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ മതിയായ രീതിയിലുള്ള അല്ലെ സപ്പോർട്ട് എംപ്ലോയുടെ ഭാഗത്തുനിന്ന് ഇല്ല എങ്കിൽ ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അത് ആ ഒരു കമ്പനിയെ തന്നെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഒരു സിറ്റുവേഷൻസ് അല്ലെ, ആ ഒരു സാഹചര്യം അവർക്ക് അനുയോജ്യമാകണമെന്നില്ല. Such a situation may cause financial as well as emotional problems for an employee. ആ ടൈമില് നമുക്കറിയാം സാമ്പത്തികമായിട്ടും അല്ലെ, നമുക്കറിയാം വൈകാരികമായിട്ടും അവർക്ക് പല സ്ട്രഗിളുകൾ അല്ലെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം അവർ അത്രയും റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ വർക്കിംഗ് കണ്ടീഷനൊന്നും ഭയങ്കര അല്ലെ വളരെ അനുയോജ്യമായ രീതിയിലൊന്നും ആയിരിക്കില്ല, ഹൈ റിസ്ക് എടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. സോ ഇതെല്ലാം തന്നെ ഒന്ന് കൃത്യമായിട്ട് അല്ലെ അനുയോജ്യമായ രീതിയിലാക്കണമെന്ന് തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയും ആഗ്രഹിക്കുന്നുണ്ടാവും. The better option for him is to join a trade union which can take an appropriate action against the management of the concerned company. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് മാനേജ്മെന്റ് ആയിട്ട് കൺസേൺഡ് അല്ലെ അവിടെ തീർച്ചയായിട്ടും അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ അല്ലെ അനുയോജ്യമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Threatening or actually going on a strike is an effective method that may lead the management to agree to the employees' conditions and put the consent to it. Okay, നമുക്കറിയാം യൂണിയന്റെ ഒക്കെ നേതാക്കൾ വരുമ്പോഴെന്താണ് അവര് ഒരുപാട് എംപ്ലോയീസിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എംപ്ലോയർ കൊടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യും, അവര് യൂണിയന്റെ സപ്പോർട്ട് അല്ലെ അവരുടെ യൂണിയൻ നേതാക്കളൊക്കെ എന്താണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ സമരങ്ങളും അല്ലെ ഇല്ലാതൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യും. സോ അങ്ങനെ വരുമ്പോഴേതാണ് എംപ്ലോയിയുടെ അവകാശങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണ് അവിടെ നടപ്പാക്കുന്നത്. സോ എന്താണ് ഈ ഒരു ബാർഗെയിനിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് മോസ്റ്റ്ലി എന്താണ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ, അതായത് അവരെ ഇൻഡിവിജ്വലി എംപ്ലോയറിനോട് ചില കാര്യങ്ങളൊക്കെ അവകാശപ്പെട്ടു, പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് അവര് നേടിയെടുക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങളായിരിക്കും അല്ലെ. നല്ല മതിയായ വർക്കിംഗ് കണ്ടീഷൻ, മതിയായ സാലറി, ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള സാലറി കാര്യങ്ങള് അല്ലെ അനന്തർ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാകേണ്ടതായിരിക്കും. ഇൻ കേസ് ഇൻഡിവിജ്വലി അവര് എംപ്ലോയറിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ലഭ്യമല്ല എങ്കിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് അവര് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ, ശരിയാണോ? അങ്ങനെയുള്ള ചാൻസ് ഉണ്ടാവോ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്താല്? സാധ്യതയുണ്ടോ? യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം മിനിമം ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഉണ്ടാവും. ഓക്കെ, മിക്കപ്പോഴും അങ്ങനെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരെ അവകാശം നേടിയെടുക്കാൻ സാധിക്കുന്നു അല്ലെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിനിമം ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പൊ അതില് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് അല്ലെ ഏതൊക്കെ രീതിയിൽ അവർക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും
പ്രോബ്ലംസ് കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ പെടാം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കണ്ടീഷൻസുകൾ മോശമാവുമ്പോൾ, അല്ലെങ്കിൽ സാലറി, വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് അവേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയിട്ടാണ് അവര് നേടിയെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. എംപ്ലോയീസിന് ബാർഗെയിനിങ് പവർ അത് വർദ്ധിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നു. സെക്കൻഡ് വന്ന മിനിമൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ് അല്ലെ. നമ്മള് ചിലപ്പോ സ്ഥാപനങ്ങളിലൊക്കെ നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് എംപ്ലോയീസ് ഒരേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ചിലവരുടെ മാത്രം ഒരു പ്രത്യേക ഒരു വേർതിരിവ് കാണിക്കും അല്ലെ. അത് മിക്കവാറും എല്ലാ മെമ്പേഴ്സിനൊന്നും താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരിക്കും അല്ലെ. അങ്ങനെ സാധ്യതയില്ലേ. സോ എന്താണ് ഇങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ നടത്തിയിട്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ നീതി കിട്ടണമെന്ന് ഏതൊരു എംപ്ലോയും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് പ്രൊമോഷൻ ഡിസിഷൻസ്, transfer decisions, salary determination, etc. are such decisions which are entirely depends on the personal perspective, feelings, opinions, or understanding of the manager. Okay, മാനേജറിന്റെ മനസ്സിൽ എന്താണോ ധാരണ വെച്ചിരിക്കുന്നത് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്ലേഷണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കുറെ പേര് എന്താണ് പ്രൊമോഷൻ കാറ്റഗറിയിലും ട്രാൻസ്ഫറും അല്ലെങ്കിൽ സാലറിയൊക്കെ കൂട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് മാനേജർ തയ്യാറാവാനായിട്ട് ശ്രമിക്കും. ഹെൻസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ് may play a crucial role in it. നമുക്കറിയാം ചിലയിടത്തൊക്കെ ആണെങ്കിൽ അല്ലെ നമുക്ക് ഉദ്യോഗസ്ഥരൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റാത്തൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവാം. The chance of particularly that basis may also crop up in such a situation. The role of trade unions become very important as they can force the management to frame the personal policies in order to ensure party among the workers. Okay, നമുക്കറിയാം അപ്പൊ ആ ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ എന്താണ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരും എന്താണ് യൂണിയൻ നേതാക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾക്കും ഈ ഒരു പ്രൊമോഷൻ സാധ്യതയുള്ളതാണ്, സാലറി ഞങ്ങൾക്ക് കൂട്ടി തരേണ്ടതാണ് അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പല കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയന്റെ നേതൃത്വത്തിലാണ് അവർ ഫോഴ്സ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നത്. ചിലപ്പോ മാനേജേഴ്സിന് തോന്നുന്ന പോലെ അല്ലെ അവരുടെ അണ്ടറിലുള്ള എംപ്ലോയീസിനൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രാൻസ്ഫറിങ്ങോട്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായെങ്കിൽ അവിടെ യൂണിയന്റെ നിലപാടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത്തരം നടപടിക്രിയകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then also the decision related to labors taken by the top management are closely monitored by the labor unions. Okay, നമുക്കറിയാം നന്നായിട്ട് തന്നെ അല്ലെ കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ആ എവിഡൻസ് അനുസരിച്ചിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെയും ഇതിന്റെയൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ലേബർ യൂണിയൻസ് ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അത് വ്യക്തമായിട്ട് നിരീക്ഷിച്ചറിഞ്ഞിട്ട് തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാനായിട്ടുള്ള ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ, ഒരു കോംപ്രമൈസിലേക്കൊക്കെ എത്തും. All this can reduce the scope of order partially and the basis in the organization. Okay, നമുക്കറിയാം എന്താണ് അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ബ്ലോക്ക് ഉണ്ട്. കാരണം യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ യൂണിയനൊക്കെ ആ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി അല്ലെ അതിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടേതായിട്ടുള്ള അവകാശങ്ങൾ അവരെ പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചില നടപാടുകൾ, ചില വേർതിരിവ് അല്ലെ ചില എംപ്ലോയീസിനോട് മാത്രമുള്ള വേർതിരിവ് അവിടെ നടപ്പാക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. ഇതുള്ളത് കൊണ്ട് ട്രേഡ് യൂണിയൻ ഉള്ളത് കൊണ്ട്. ഓക്കെയാണോ? മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്താന്നുള്ളത് ഓക്കെയാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞ ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. സെക്കൻഡ് വൺ മിനിമൽ ഡിസ്ക്രിമിനേഷൻ. Then third one നോക്കാം security and other benefits. Okay, എന്താണ് security and other benefits ൽ പറയുന്നത്? After joining a trade union,
Employees feel secured, and this is the main factor behind the employees joining trade unions. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അല്ലെ, അവര് ജോലി ചെയ്താലും അവർക്ക് കൂലി കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും, ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ എവിടെയുണ്ട്, യൂണിയൻ നേതാക്കൾ ഒരുക്കും അല്ലെ. ആ ഒരു സപ്പോർട്ട് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. After joining a trade union, employee feels secured, and this is the main factor behind the employees joining the trade. ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമെന്നുള്ളതാണ്. കാരണം ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ജോലി ചെയ്യുന്നതനുസരിച്ചിട്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും സപ്പോർട്ടീവ് ആയിട്ട് ആരും നിലകൊള്ളും, യൂണിയൻ നിലകൊള്ളും എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവര് അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. They feel protected from several workplace hazards as well as issues related to salary and other benefits, example injury, workplace accidents, sickness, etc. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ ഒരുപാട് വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ അപകടകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അതിനൊക്കെ ആ ഇഷ്യൂസുകളൊക്കെ അതുമായി റിലേറ്റ് ചെയ്ത് അവരുടെ സാലറിയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ അസുഖങ്ങൾ വരാം, അതല്ലെങ്കിൽ ആക്സിഡന്റുകൾ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, അല്ലെങ്കിൽ ജോലി അല്ലെ അവർക്ക് സാലറി ഒക്കെ മതിയായ രീതിയിൽ കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനെയൊക്കെ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. Trade union also forces the management to invest in employee welfare services such as retirement benefits, health insurance, etc. ഓക്കെ, അത് മാത്രമായിട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള ഇഞ്ചുറീസുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടപരിഹാരങ്ങളൊക്കെ തൊട്ടുടമ കൊടുക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് യൂണിയനുകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ യൂണിയനുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അല്ലെ, അതിനൊക്കെ കൂടെയും കൂടിയും ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ ലഭ്യമാക്കിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ടു പോകുന്നത് ആരാണ്? ട്രേഡ് യൂണിയനുകളാണ്. സോ സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻ കേസ് ജോലി ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആ ജോലിയിൽ തന്നെ ഉൾപ്പെടുത്തി കൊണ്ട് നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവർക്ക് സാലറിയൊക്കെ ഒരുപാട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ ഒരു ചെറിയ രീതിയിലെങ്കിലും അല്ലെ അവര് സപ്പോർട്ട് ചെയ്യാനായിട്ട് തൊഴിലുടമയെ ബാർഗെയിൻ ചെയ്തിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിലകൊള്ളാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത് യൂണിയൻ നേതാക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു വിവിധ തരത്തിലുള്ള അല്ലെ ബെനിഫിഷ്യൽ പാക്കേജുകൾ അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതും ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അതായത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഇപ്പൊ PF പോലെയുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ, അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ അല്ലെ, അതൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് ഓക്കെ അല്ലെ. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എവിടെയെങ്കിലും എന്താണ് മനസ്സിലാവാത്ത എന്തെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കാട്ടോ. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ചോദിക്കാം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്ലോ അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലൊക്കെ അത് ചോദിച്ചു പോകാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുന്നത് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്? അതായത് അവളുടെ പങ്കാളിത്തം കൂടുതൽ അല്ലെ. ഇഫ് ദ എംപ്ലോയി ജോയിൻ ട്രേഡ് യൂണിയൻ they can actively take part in the management of those matters which are related to their well-being and interest. Okay. അതായത് അവരുടെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾക്ക് നന്നായിട്ട് അല്ലെ കൂടുതൽ നല്ല രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് ട്രേഡ് യൂണിയൻ പങ്കാളികളാവുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ഉണ്ടായെങ്കിൽ എന്താണ് അവരുടെ ഓരോ എംപ്ലോയീസിന്റെയും ആഗ്രഹങ്ങൾ എന്താണ്? ചിലർക്ക് നമുക്കറിയാം എന്തൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ട്രാവലിംഗ് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചിലപ്പോൾ ട്രാവലിംഗ് സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ചിലപ്പോൾ ബസ് സർവീസസ് വേണമെന്നായിരിക്കാം. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു.
നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. എന്താണ് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്? നമ്മൾ പറഞ്ഞു ജസ്റ്റ് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും അല്ലെ അവിടെ യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. സോ എന്താ പറയുന്നത്, ക്യാൻ ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെന്റ് അല്ലെ. അവര് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്, മാനേജ്മെന്റിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എംപ്ലോയീസിന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി അല്ലെ, സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. In this way, they can also impact the decision which are taken by management through collective bargaining between the management and the trade union. Okay. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ചിലപ്പോണെങ്കിൽ അവർക്ക് ആർക്ക് ഉപകാരപ്രദമല്ലാത്ത ചില തീരുമാനങ്ങളൊക്കെ മാനേജ്മെന്റ് എടുക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികൾക്ക് ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജ് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നേട്ടവും ഇല്ല അല്ലെ. ചിലപ്പോ ആണെങ്കിൽ എന്താണ് അവിടെ ഇൻ കേസ് എന്തെങ്കിലും ഈ പറഞ്ഞ മാത്രം ട്രാവലിംഗ് അലവൻസ് അവൈലബിൾ ആക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാവരും തന്നെ അവിടെ കോട്ടയത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല അല്ലെ. അതേപോലെ തന്നെ ഒരു ചിലത് അല്ലെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഇവർക്ക് അനുകൂലമായിട്ട് എംപ്ലോയീസിന് എന്താണോ താല്പര്യം അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം മാനേജ്മെന്റ് എടുക്കണമെങ്കിൽ അതിനെ റിജക്ട് ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്താണോ താല്പര്യം അതിനോട് ചേർന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അത് ഫോഴ്സ് ചെയ്യുക അല്ലെ. അത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. സോ അവിടെ പറയുന്നു വിച്ച് ആർ ടേക്കൺ ബൈ മാനേജ്മെന്റ് ത്രൂ collective bargaining between management and trade union. ട്രേഡ് യൂണിയനും മാനേജ്മെന്റും അവിടെ എന്താണ് വിലപേശിയിട്ട് അല്ലെ മാനേജ്മെന്റ് എന്തെങ്കിലും തീരുമാനങ്ങൾ കൊണ്ടുവന്നാം തീർച്ചയായിട്ടും അത് എംപ്ലോയീസിന് അനുകൂലമല്ലാത്തതാണെങ്കിൽ അവിടെ എന്താണ് അവിടെ അല്ലെ തിരിച്ചും മറിച്ചും കൊണ്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നതിന് രീതിയിലേക്ക് ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കാനായിട്ട് ട്രേഡ് യൂണിയനുകൾ സന്നദ്ധരായിരിക്കും. സോ ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് എംപ്ലോയീസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ടുള്ള ശ്രദ്ധ ട്രേഡ് യൂണിയനുകൾ കൊടുത്തിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പിയർ പ്രഷർ ആൻഡ് ഹാർഡ് റെസ്പെക്ട്. ഓക്കെ. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്ക് നോക്കാം പിയർ പ്രഷർ അല്ലെ, അതായത് സാമൂഹികപരമായിട്ടുള്ള സമ്മർദ്ദം ആൻഡ് ഹാർഡ് റെസ്പെക്ട് നമുക്ക് ബഹുമാനാർത്ഥം കൊടുക്കുന്നു നോക്കാം. മെനി എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻ ഡ്യൂ ടു only reason that many of their colleges and members of it. ചിലപ്പോ ചില അംഗങ്ങളൊക്കെ അല്ലെ ആരെങ്കിലും ഒരാളെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഞാനും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ചേരുന്നവരുണ്ടാവും അല്ലെ. കുറെ സഹപ്രവർത്തകര് ഇന്ന യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ പങ്കാളിയാകുന്നു എന്നുള്ള മനോഭാവത്തിൽ മെമ്പർഷിപ്പ് എടുക്കാം. നമ്മള് പഠിച്ചു പോകുന്നത് ഏതൊക്കെ കാരണത്താലാണ് എംപ്ലോയീസ് ട്രേഡ് യൂണിയനിൽ അംഗത്വം സ്വീകരിക്കണേ എന്നുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകർ എന്താണോ എടുത്തിരിക്കുന്നത് അംഗത്വം സ്വീകരിക്കുന്നത് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിരിക്കും മറ്റ് സഹപ്രവർത്തകർക്കും താല്പര്യം അല്ലെ. Sometimes an employee join under peer pressure and if he does not do so he finds it difficult to do his routine work. ഓക്കെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം യൂണിയനിലൊന്നും മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ അവരെ സാധാരണ രീതിയിലുള്ള വർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും. കാരണം യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. സോ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അങ്ങനെ ഒരു അല്ലെ ഒരു കോഴ്സ് കൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. കോഴ്സ് മീൻസ് അവരെ ആ ഒരു ഫീലിങ്സ് അല്ലെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. The workers or employees who are already the member of the trade union are given great respect by their colleges. Okay. ചിലപ്പോ നമുക്കറിയാം ചില വർക്കേഴ്സ് അല്ലെ യൂണിയനിലൊക്കെ നേതാക്കളൊക്കെ ഒരുപാട് റെസ്പെക്റ്റോട് കൂടിയിട്ട് സഹപ്രവർത്തകരൊക്കെ രക്ഷിക്കുമ്പോഴും ഓക്കെ അതിന്റെ അടിസ്ഥാനത്തിലും അല്ലെ അവരോട് ഒരു പാഷനായിട്ട് അല്ലെ ആ ഒരു രീതിയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Another factor which cultivate the sense of belongings among union members is that they can discuss their grievances with the leaders of the trade union. Okay. നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ പരാതികൾക്ക് പരിഹാരങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് എംപ്ലോയീസ് താല്പര്യം കാണിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിയർ പ്രഷർ ആൻഡ് ഹാർഡ് റെസ്പെക്ട്. ഓക്കെ. ഒരു സമ്മർദ്ദം മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടും ആവാം അതല്ലെങ്കിൽ അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ബഹുമാനാർത്ഥവും അവിടെ എംപ്ലോയീസ് മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ.
Okay. The next നോക്കാം, employees can express themselves. Employees can express themselves. Okay, അവർക്ക് സ്വയം പല കാര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ യൂണിയൻ നേതാക്കൾ ഒരുക്കിയെന്നിരിക്കും. To get a proper chance or opportunity for expressing oneself remain the topmost wish of many people. Okay, നമുക്കറിയാം ചിലർക്ക് ചില അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോ ചിലരുടെ അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ അനുയോജ്യമായിട്ടുള്ള അഭിപ്രായം വരും. മീൻസ് അവർക്ക് എംപ്ലോയറുടെ ശ്രദ്ധയിൽ പെടാത്ത ചില മാറ്റേഴ്സ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും, പക്ഷെ അവര് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയനെ കൊണ്ട് സാധിക്കും. അവര് പേഴ്സൺ വിഷസ് ടു ഷെയർ ഹിസ് ഫീലിംഗ്സ്, ഒപ്പീനിയൻസ്, തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിത്ത് അതേഴ്സ്. ഓക്കെ, എല്ലാ പേഴ്സൺസിനും അവരുടേതായിട്ടുള്ള, നമുക്കറിയാം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട അവര് ഡ്യൂട്ടിയിലായിരിക്കും, അവർക്ക് കുറെ ഐഡിയാസും ആശയങ്ങളൊക്കെ വരാം അല്ലെ. ചിലത് സ്പീഡിൽ ചെയ്യാനായിട്ട്, ചില ഇത്ര റിസ്ക് എടുക്കേണ്ടി വരില്ല, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവർക്കുണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊന്നും പ്രകടിപ്പിക്കാനായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യും. ഈ ഇത്തരത്തിലുള്ള ഈ ഒപ്പീനിയൻസ്, അവരുടെ ആശയങ്ങളും ഫീലിംഗ്സും മനോഭാവങ്ങളും ചിന്തകളും ഐഡിയകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ. ഇൻ ദ സെയിം വേ they want the management to also listen to them. അതുപോലെ തന്നെ മാനേജ്മെന്റും അവരെ ശ്രദ്ധിക്കണമെന്നുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവാം. ദിസ് ഈസ് ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻ ആസ് എ പ്ലാറ്റ്ഫോം. ഓക്കെ, ട്രേഡ് യൂണിയൻ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു അവരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം എടുക്കുക. Trade union not only helps employees to discuss their ideas, issues, grievances and opinions, but it also communicates them to management. ഓക്കെ, അതായത് നമുക്കറിയാം മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ് അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസുകളൊക്കെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. സോ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയനുകളാണ്. Or opinion of the employees is heard and given due attention by the management during policy decisions. തീർച്ചയായിട്ടും മാനേജ്മെന്റ് എടുക്കുന്ന നയങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള നല്ല ഐഡിയാസുകളൊക്കെ അല്ലെ, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുഡ് ഐഡിയാസ് ഒക്കെ കേട്ട് അവർക്ക് അതിനനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. Then seventh point നോക്കിയാണെങ്കിൽ better employer relations. ബെറ്റർ എംപ്ലോയർ റിലേഷൻ എന്ന് പറയുന്നത്. Okay, employee wants to join the trade union because they feel that this union can fulfill essential needs and can maintain proper relations between them and the management. Okay, നമുക്കറിയാം പ്രധാനമായിട്ടും ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്ന് എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആയിട്ടും കീപ്പ് ചെയ്യണമെന്ന് എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നതാണ് ട്രേഡ് യൂണിയനുകളാണ്. Trade union also help in the peaceful solution of the problems of employees with the management of the company. നമുക്കറിയാം ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത സാഹചര്യം വേണം അല്ലെ. ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് അവിടെ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങളും പ്രോബ്ലംസുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റിനൊക്കെ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അവരുടെ ഐഡിയാസ് അല്ലെ ഒക്കെ പലതരത്തിലുള്ള തോട്ട് അല്ലെ ചിന്തകളും കാര്യങ്ങളൊക്കെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ഡിസിഷൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാ പോയിന്റ്സും വായിച്ച് നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Dash also help the peaceful solution of the problems of employee with the management of the company. ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? ട്രേഡ് യൂണിയൻ അല്ലെ? ട്രേഡ് യൂണിയൻ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് ആരാണ്? എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. പിന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ അവർ ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ? അവിടെ ഇഞ്ചുറീസുകളൊക്കെ, ഇഞ്ചുറി, വർക്ക് പ്ലേസ് ആക്സിഡന്റ്, സിക്നസ് എക്സെട്ര അല്ലെ, ഇതെല്ലാം അവിടെ അതുമായി ബന്ധപ്പെട്ട് വരാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുന്നത്, ഇതിനൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആവാത്തതുണ്ടോ? ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും പരിശീലനം പോവുക കേട്ടോ. എന്താണ് റീസൺസ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ, മിനിമം ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഹെഡിങ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക ഇൻക്രീസ്ഡ് ബാർഗെയിനിങ് പവർ. ഓക്കെ, അവർക്ക് ബാർഗെയിനിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് എംപ്ലോയീസിന് അല്ലെ നല്ല സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട്, എന്താണ് യൂണിയൻ നേതാക്കളുടെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ബാർഗെയിനിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു. മിനിമൽ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുമ്പോഴൊക്കെ വേർതിരിവ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നു. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്, പിയർ പ്രഷർ ആൻഡ് ആഡഡ് റെസ്പെക്ട്. Okay, then employee can express themselves for better employer relations. Okay, അതെല്ലാം റീസൺസ് ആണ് മെമ്പർഷിപ്പ് എടുക്കുന്ന അല്ലെ? ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട റീസൺസിൽ പെടുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണോ? നമ്മളിനി നെക്സ്റ്റ് വീക്കിലാണ് ഒരു ദിവസം കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകുന്നത് അല്ലെ? നമ്മൾ ചാപ്റ്റർ വലുതാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, ബൈ. ടേസ്റ്റേ ഇല്ല, എനിക്ക് കൊണ്ടുവരേ ഉള്ളൂ. വേറെ അവേഴ്സുകളോ വേറെ ക്ലാസ്സുകളിലോ. The point it is peer pressure and added structure. Okay. Many employees join trade unions due to only reason that many of their colleges members. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അല്ലെ, അവര് സഹപ്രവർത്തകരെല്ലാം ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്രധാനമായിട്ടും നോക്കി ഞാനും അതിൽ പങ്കാളിയാവുന്നു എന്നുള്ള രീതിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. Sometimes ചിലപ്പോഴൊക്കെ an employee join under peer pressure and if he does not do so, he finds it difficult to do his routine work. അതായത് ചിലപ്പോഴൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാവാം. അതായത് യൂണിയനിലൊന്നും പെടാത്ത വ്യക്തികളായിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും അവരെ അല്ലെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ് കാണിക്കും. ഒരു യൂണിയനിലെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാതെ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില സമ്മർദ്ദങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അത് ബുദ്ധിമുട്ടായിട്ട് മെമ്പറിന് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തേക്കാം എന്നുള്ളൊരു രീതിയിൽ എടുക്കാം അല്ലെ. പല രീതിയിലും മെമ്പർഷിപ്പ് എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞു. പല കാര്യങ്ങളിലും വെച്ചുകൊണ്ടായിരിക്കും അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ചിലർക്ക് നമുക്കറിയാം ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെ, പല വ്യത്യസ്ത യൂണിയനുകൾ ഉണ്ടാവും. ചിലര് ആ രാഷ്ട്രീയത്തിന്റെ ആ ഒരു അല്ലെ ആ ഒരു ഫോക്കസ് ചെയ്തിട്ട് ചിലപ്പോൾ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം. ചിലര് നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ചിലർ ഇതൊന്നും വേണ്ട, ഇൻ കേസ് യൂണിയനിലൊന്നും പോയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കും. പക്ഷെ അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവരെ എന്താവാം റൂട്ടീൻ വർക്കുകളെ ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഏതെങ്കിലും യൂണിയനിൽ മെമ്പർഷിപ്പ് എന്താ ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? Then the workers or employees who are already the members of the trade union are given great respect by their colleges. ചിലപ്പോൾ നമുക്കറിയാം ചിലർക്ക് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യും, നല്ല ട്രേഡ് യൂണിയനിലെ ലീഡർ അദ്ദേഹത്തിന്റെ നല്ല നിശ്ചിതാർത്ഥ്യത്തോടും മേൽനോട്ടം കൊണ്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവും. ആ ഒരു റെസ്പെക്ട് കൊണ്ടും മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ട്. ഓക്കെ, ആ ലീഡർ ഇത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ള ഒരു കണ്ടീഷനിൽ ആ ഒരു യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാനായിട്ട് ചില എംപ്ലോയീസ് തയ്യാറാകും. ആ ഒരു ഗ്രേറ്റ് റെസ്പെക്ട് കൊണ്ട് അദ്ദേഹം യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നു. And another factor which cultivates the sense of belonging among union members is that they can discuss their grievances with the leaders of a trade union. തീർച്ചയായിട്ടും നമുക്കറിയാം പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ട്രേഡ് യൂണിയനുകളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ടുള്ള സാഹചര്യം. സോ അതാണ് ആ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്, പ്രഷർ ആൻഡ് ഹാർഡ് റെസ്പെക്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി അല്ലേ? ഇതില് നമുക്ക് ചോദിച്ചാല് കേലേ ഓക്കെ ഓക്കെ യെസ് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.